ഇതിപ്പോ 2 വർഷമായി ഇങ്ങനെ, എനിക്ക് പറ്റുന്നില്ല. എന്നാലും ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞ എങ്ങനെ മോളെ, നീ എങ്ങനെ ജീവിക്കും? നാട്ടുകാരാണെ എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കും. ഉണ്ടായിരുന്ന നല്ലൊരു ജോലി കളയിപ്പിച്ചതല്ലേ. എന്ന് വെച്ച് ജീവിതകാലം മുഴുവനും നീ ജോലിയും ചെയ്ത് ഞങ്ങളെ നോക്കിയിരിക്കാൻ പോവോ? നീ നിന്റെ മോതിരം കൊണ്ട് കളഞ്ഞപ്പോ തൊട്ടേ അമ്മയ്ക്ക് ടെൻഷന്. അതാണോ ഇപ്പൊ പ്രശ്നം? അത് അവിടെ എവിടെയെങ്കിലും കാണും. അമ്മയ്ക്ക് എന്താ ഞാൻ പറയുന്നത് മനസ്സിലാവാത്തെ? പുറത്തു പോയി പഠിക്കാനുള്ള അവസരം എനിക്ക് കിട്ടിയെന്ന് വരില്ല. മോളെ, അച്ഛനും ഒന്നിനും വയ്യ. പെൻഷൻ കാശ് വെച്ചാണ് രണ്ടറ്റും കൂട്ടുമുട്ടുന്നത്. അതോർത്ത് പേടിക്കണ്ട, ഞാൻ ലോക്കറിൽ നിന്ന് കുറച്ച് ഗോൾഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. മോളെ, നീ ഇപ്പൊ അമ്മ പറയുന്നത് കേൾക്ക്. എടുത്തിയാടി നീ ഒന്നും ചെയ്യരുത്. ഞാൻ അച്ഛനോട് ശ്രീജിത്തിനെ വിളിച്ച് സംസാരിക്കാൻ. എന്റെ പൊന്നമ്മ, ശ്രീജിത്തിനോടൊന്നും ഇത് പറയല്ലേ. സമയമാകുമ്പോ ഞാൻ തന്നെ പറഞ്ഞോളാം. മോളെ, ഒരു കുട്ടിയൊക്കെ ആകുമ്പം ആമ്പിള്ളേരുടെ ഈ സ്വഭാവത്തിന് ഒരു മാറ്റം വരും. അമ്മ ഒന്ന് ഫോൺ വെച്ചേ. ഹലോ. ആ ദിവ്യ, നീ എപ്പോഴെത്തുക? എടി, ഇവിടെ കുറച്ച് പണിയുണ്ട്, ഞാൻ വരണോ? ശ്രീജിത്ത് ഇല്ലാത്ത സമയം നോക്കിയാണ് ഇന്ന് വെച്ചത്. നീ വരാണ്ട് പറ്റില്ല. എടി, എനിക്കിപ്പോഴേ ലേറ്റായി. ഇനി ഞാൻ ക്യാബൊക്കെ ബുക്ക് ചെയ്ത് എപ്പോൾ എത്താനാ? നീ ഒരു കാര്യം ചെയ്, നീ പെട്ടെന്ന് റെഡി ആവുക. വിജയൻ എന്നെ പിക്ക് ചെയ്തോളും. എടി, അതല്ല. അതല്ലേ ഇല്ല, വിജയൻ എന്നെ വന്ന് പിക്ക് ചെയ്യും. ഓക്കെ? നീ വീട്ടുകാരോട് സംസാരിച്ചോ? ആ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ മലയാള സിനിമയുടെ കാര്യത്തിൽ ഈക്വൽ പേയുടെ കാര്യം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇറ്റ് ഈസ് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ്. ഇവിടെ റവന്യൂക്കപ്പുറമാണ് മാർക്കറ്റ് വാല്യൂ. ഫോർ എക്സാമ്പിൾ, ഇവിടെ ലാലേട്ടൻ്റെ സിനിമ ഇറങ്ങിയ അതുണ്ടാക്കുന്ന റവന്യൂ മലയാള സിനിമയിൽ വേറെ ഏതെങ്കിലും ഒരു നടീനെ കൊണ്ടുണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. എക്സാക്ട്ലി. നിങ്ങൾക്ക് പറഞ്ഞ കാര്യം മനസ്സിലായില്ലേ? അതത്രേ ഉള്ളൂ. എക്സ്ക്യൂസ് മീ. നിങ്ങളെന്താ അവിടെ നിൽക്കുന്നേ? പോയി ഡ്രിങ്ക് എടുക്ക. എനിക്ക് ഈ ലോകം കണ്ട ഏറ്റവും വലിയ സ്കാം ഏതാണെന്നറിയോ? സ്കാമോ? കൊറോണയാണോ? കൊറോണയില്ല, ഫെമിനിസം. ഫെമിനിസമോ? എടാ, പെൺപിള്ളേരുടെ ഈക്വൽ റൈറ്റ്സിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നല്ലേ ഫെമിനിസം? പെണ്ണിനില്ലാത്ത ആണിനുള്ള ഏത് നിയമമായി നാട്ടിലുള്ളത്? പിന്നെന്താ ഇവരുടെ പ്രശ്നം? ശരിയാണല്ലോ. താങ്ക് യു ബോയ്സ്. ലേഡീസ്. എടാ, ഞാനിത് കുടിക്കില്ല. എടുത്ത് കമ്പൂച്ചാണ്, ഒന്നും ആവില്ല, നീ കുടിക്ക്. എനിക്ക് വയ്യ. എനിക്കൊരു ഗ്ലാസ് വെള്ളം തോളും കൊണ്ടുവരുമോ? എൻ്റെ തല വേനിക്കുമോ? അല്ല, എന്തിന്? നീ വൈകുന്നേരമല്ലേ ഒന്ന് കഴിച്ചേ? ഇത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ മിഠായി ഒന്നല്ല, നിന്റെ ലിവർ അടിച്ചു പോകും. പിന്നെ നീ പോയി തുള്ളാൻ പോയിട്ടല്ലേ? വല്ല പറ്റണ പണിക്കും പോണം മിസ്റ്റർ. പക്ഷെ അന്നത്തെ അത്ര സീനായിട്ടില്ല. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ എൻ്റെ പൊന്നെ. ആ കാസ്ട്രോയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയപ്പോൾ ക്ലോസറ്റും കെട്ടിപ്പിടിച്ച് വാള വെച്ച ടീംസാ. നിന്നെ ഇവിടെ എത്തിക്കാനുള്ള ബുദ്ധിമുട്ടേ എനിക്കും ആ സാൻഡ്രയ്ക്ക് മാത്രമേ അറിയൂ. അയ്യോ, അത് പറഞ്ഞപ്പോഴോ? നാളെ എത്തും പിശാശ്. എല്ലാവരും പോയിട്ടാണ് ഇവിടെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി വെക്കാൻ. നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യില്ലേ? അവ ശരി. ദിവ്യ, നിന്നെ ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യട്ടാ. നിങ്ങൾ എന്താണ് ഗൈസ് ഇങ്ങനെ? എടാ, ആദ്യം ഇപ്പൊ കൊറേ എണ്ണമായല്ലോ. ഇതൊക്കെ എന്ത്? അവന്റെയൊക്കെ അടിയല്ലേ അടി. ദിവ്യ, നമ്മള് കൊറേ നാളായല്ലോ കണ്ടിട്ട്. സുഖല്ലേ? ഇങ്ങനെയൊക്കെ പോന്നു. അയ്യോ, ലാസ്റ്റ് നിന്റെ കല്യാണത്തിനല്ലേ കണ്ടത്? ആണെന്ന് തോന്നുന്നു. ശരി. ഹസ്ബൻഡ് എവിടെയാ? വന്നില്ലേ? പുള്ളി
ബാംഗ്ലൂർ ഒരു കോൺഫറൻസിന് പോയിക്കോ, നാളെ വരത്തുള്ളൂ. എവിടെയാ വർക്ക് ചെയ്യണേ? ഞാൻ ആ, വർക്ക്. ഞാൻ ദേ വരണേ. അപ്പൊ നമുക്ക് പിന്നെ കാണാം കേട്ടോ. ഓക്കെ. ബൈ ഗൈസ്. ആ സാറേ, ഞാൻ സാറ് പറഞ്ഞ ലൊക്കേഷനിൽ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ അകത്ത് ആളുണ്ടായിരുന്നല്ലോ. അതെ, ഇല്ല, ഞാൻ കയറാൻ നോക്കിയപ്പം ഉള്ളുന്നൊരാണിൻ്റെ ശബ്ദം കേട്ടു. പിന്നെ അകത്ത് ലൈറ്റ് ഇട്ടുണ്ടായിരുന്നു. ആ സാറേ, പിന്നെ ഇതിപ്പോൾ ഞാൻ തന്നെ ചെയ്യണോ? ഇല്ല, ഞാൻ ഗ്ലൗസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആ ശരി ശരി സാർ. എടി, നിനക്ക് അഡ്മിഷൻ്റെ വിസയുടെ കാര്യം ശരിയാക്കുന്നതിന് മുമ്പേ ഡിവോഴ്സ് ഫയൽ ചെയ്തൂടെ? അത് ഞാൻ തീരുമാനിച്ചതാണ്, പക്ഷേ ശ്രീജിത്ത് എങ്ങനെ റിയാക്ട് ചെയ്യാന്നൊരു ടെൻഷനുണ്ട് എനിക്ക്. നീ എത്രയും പെട്ടെന്ന് ആ ലോണിൻ്റെ പേപ്പേഴ്സൊക്കെ ഒന്ന് ശരിയാക്കാൻ നോക്ക്. സത്യം പറഞ്ഞാൽ ബാംഗ്ലൂരിലെ ആ പഴയ ജോലി കളയണ്ടായിരുന്നു അല്ലേ? അതിന് പെണ്ണ് കാണാൻ വന്നപ്പോൾ അങ്ങേരെ മുത്തശ്ശിയുടെ ഫസ്റ്റ് ഡിമാൻഡായിരുന്നല്ലോ. പെണ്ണും ചെക്കനും അവിടെ ഇവിടെ ആയിട്ട് എങ്ങനെ കഴിയാനാ? ശ്രീജിത്തിന് നല്ല ശമ്പളമുള്ള സ്ഥിതിക്ക് ദിവ്യയ്ക്കൊരു ജോലി നിർബന്ധമാണോ? പക്ഷെ പഠിപ്പുള്ള പെണ്ണിന് തന്നെ വേണം. ആ, നിന്റെ ഫ്രിഡ്ജിൽ ഐസ് ഉണ്ടാ? ഫ്രീസോ? ഓ, അതൊക്കെ പോട്ടെ, എന്നോട് പോലും ചോദിക്കാതെ അതൊക്കെ അത്രേ ഉള്ളൂ എന്ന് മറുപടി കൊടുത്ത് എൻ്റെ സ്വന്തം വീട്ടുകാരോ? കാരണം ഇതിനേക്കാൾ നല്ലൊരു ബന്ധം എനിക്ക് വേറെ കിട്ടാൻ പോണില്ല. ഹോ, എൻ്റെ അപ്പച്ചൻ്റെ വീട്ടുകാരും ഇത് തന്നെയാണ് ഓരോ ആലോചനകൾ വരുമ്പോഴും പറയുക. എടി, നിനക്ക് ആ ശ്രീജിത്തിനെ ഒഴിവാക്കി നിന്നെ മനസ്സിലാക്കുന്ന ആളെ കിട്ടിയാ നിന്റെ പ്രശ്നങ്ങളൊക്കെ മാറില്ലേ? അതിനയാൾ ചാവണം. ആ, ഹേ, അങ്ങേർക്കൊരു വിചാരമുണ്ട് എന്നെക്കൊണ്ട് ഒറ്റയ്ക്കൊന്നും സാധിക്കില്ല എന്ന്. അതുകൊണ്ട് ഞാൻ സ്വന്തം കാലിൽ എടി, നിന്ന്. അതിന് നീ കാനഡ വരെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. നിനക്കൊരു ഒന്നാം ജോലി ഞാൻ ഇവിടെ സെറ്റാക്കി തരില്ലേ? അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിനക്കെന്താ? എടി, അത് അങ്ങനല്ല. അവിടെ പോയിട്ട് ഇപ്പം എന്ത് കിട്ടാനാ? ഒറ്റപ്പെടലും ഒരു കൊട്ട മഞ്ഞും. ഒരു ദിവസം പച്ചവെള്ളത്തിൽ കുളിച്ചാൽ കിടപ്പാവുന്ന ടീംസായത്. എന്നിട്ടാ കാനഡയിലേക്ക് പോകുന്നത്, അതും ഒറ്റയ്ക്ക്. ഒന്നില്ലെങ്കിൽ നീ ഒരു പെണ്ണല്ലേ? അതിന് അതങ്ങനല്ല. എങ്ങനെ? എൻ്റെ അപ്പച്ചന് 2 തുടങ്ങി. പെൺമക്കളായി. പക്ഷെ അതൊരു കുറവായി മൂപ്പര് കണ്ടിരുന്നില്ല. ആ, അപ്പച്ചനെ ഇച്ചിരി നേരത്തെ അങ്ങ് വിളിച്ചോണ്ട് പോയെങ്കിലും അമ്മച്ചി തന്നെയാ ഞങ്ങളുടെ 2 ആളുടെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് നോക്കിയിട്ടുണ്ടായിരുന്നത്. ആ അമ്മച്ചിനെ കണ്ട് തന്നെയാ ഞാനും ടെസ്സയൊക്കെ വളർന്നതും. ലൈഫ് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഇട്ടുതരുമ്പോൾ ഞാൻ പെണ്ണല്ലേ പറഞ്ഞ് മാറി നിന്നിട്ട് ഒരു കാര്യമില്ല. കോൺഫിഡൻസ് ഒക്കെ താനെ വന്നോളൂ. എന്നാ മോളെ, അടുത്ത പ്രാവശ്യം നിന്റെ വണ്ടി പഞ്ചറാകുമ്പോ നീ നന്നാക്കാൻ എന്നെ വിളിക്കിട്ടാ, ഞാൻ വരാം. നീ പോടാ. ദിവ്യ, ഒന്ന് ഇങ്ങോട്ട് വരുമോ? ബിജോയ്, നീ എന്നെ ഡ്രോപ്പ് ചെയ്യല്ലേ? ആ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അതെ, മോൻ്റെ ഈ ആവേശവും ചുറുചുറുക്കൊക്കെ 2 വർഷം മുമ്പ്, അതായത് അവള് കെട്ടണക്കാൾ മുമ്പ് എവിടെ പോയി? നീ എന്തായി പറയണേ? വരുന്ന ഓരോ ആലോചനകളൊക്കെ വേണ്ടെന്ന് പറഞ്ഞ് നീ ആർക്ക് വേണ്ടിയാ കാത്തിരിക്കണേന്ന് എനിക്കറിയാം. നിനക്കെങ്ങനെ തോന്നിയോ? വേണ്ട, ഇരിക്കണ്ട. നാളെ വരും എന്നാണല്ലോ പറഞ്ഞേ. ഫുഡ് എടുക്കാം.
നിന്റെ ഫോൺ എവിടെ? നിന്റെ ഫോൺ എവിടെ? അതിൽ ചാർജ് ഇല്ലായിരുന്നു. ആ ഉണ്ടാവൂല. നീ ആരുടെ കൂടെ എവിടെ പോയി നിന്റെ തള്ള പറഞ്ഞിട്ട് മറുപടി അറിയാൻ. നിന്റെ താലി എന്തി? അതോ ഇനി മോതിരം കളഞ്ഞ പോലെ ഇനി അതൊന്നും വേണ്ടാന്നാണോ? നിന്റെ അടുക്ക പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് മേലിൽ ഇമാരി ഡ്രസ്സിട്ട് പുറത്തിറങ്ങരുതെന്ന്. അത് റിയയുടെ ബർത്ത്ഡേ പാർട്ടി. റിയയുടെ ആ കഴിവേറുടെ മോളായിട്ടുള്ള കൂട്ട് വേണ്ടെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബിജോയ് അവനൊരു ഭൂലോക ചെറ്റയാണ്. പോട്ടെ, പോണേക്ക് മുമ്പ് എന്നെ ഒന്ന് വിളിച്ചു പറയുക. ഒരു മര്യാദ വേണ്ടേ? അതോ ഇനി അതൊന്നും വേണ്ടാന്നാണോ? ഈ കാനഡയിലേക്ക് കെട്ടിയെടുക്കുന്ന കാര്യം അങ്ങ് ഒറ്റയ്ക്ക് തീരുമാനിച്ചാൽ മതിയാ? മോളെ ഒരു കാര്യം ഞാൻ പറയാം, അങ്ങനെ വല്ല ആഗ്രഹം നിന്റെ മനസ്സിലുണ്ടെ അതങ്ങ് മറന്നു കളഞ്ഞേക്ക്. അവരത് ആക്സെപ്റ്റ് ചെയ്ത് തന്നെ വലിയ കാര്യം. അതിന് അപ്പൊ പിന്നെ ഇവിടുത്തെ കാര്യമൊക്കെ ആരാ നോക്കണേ? നീ കണ്ടോളുമാരെ വാക്ക് കേട്ട് ഇവിടെ കിടന്ന് തുള്ളാൻ നിൽക്കല്ലേ? നീ വിചാരിക്കുന്ന പോലെ അവിടെ വലിയ സ്വർഗമൊന്നുമില്ല. അവിടെ പോയിട്ട് പഠിച്ച് ജോലി കിട്ടാ തെക്കുവടക്ക് തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. ഞാൻ അത് കുറെ ദിവ്യ, നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കരുത്. എനിക്കിത് കളയാൻ മനസ്സില്ല. ഈ സംസാരം ഇപ്പം ഇവിടെ വെച്ച് നിർത്തിക്കോ. ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രീജിത്തിന് യോജിപ്പില്ലെങ്കിൽ പിന്നെ എന്തിനാ വെറുതെ ഈ ബന്ധം ഉന്തി തള്ളി കൊണ്ടുപോകണേ? നമുക്കിവിടെ വെച്ചെല്ലാം അവസാനിപ്പിക്കാം. അത്യാവശ്യത്തിന് ഫ്രീഡം തരുമ്പോ നീ തലേ കയറി നിരങ്ങുന്നു. നീ എന്താ വിചാരിച്ചേ? എന്നെ ഒഴിവാക്കി സുഖമായിട്ടൊക്കെ ജീവിക്കാമോ? ജീവനുണ്ടെ സമ്മതിക്കില്ലടി. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നോണം. നിന്റെ ആ തെണ്ടി ഫ്രണ്ട്സ് ആയിട്ടുള്ള കൂട്ടി ഇതോടെ നിർത്തിക്കോണം. മനസ്സിലായോന്ന്? അവളവന്റെ കൂടെ നാട് തണ്ടാൻ പോയേക്കണം. കിടന്ന് മൂങ്ങാണ്ടി ഐസൊക്കെ നിറച്ചു വയ്ക്ക്.
അതെ, ഇന്നലത്തെ കാര്യം സോറി. നീ പിന്നെ ഇന്നലെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ് അങ്ങ് പോയി. ഒരു കാര്യം ചെയ്യ്, ഇന്നിനിപ്പോൾ ഇവിടെ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഞാൻ വൈകിട്ട് നേരത്തെ വരാം. നമുക്കൊന്ന് പുറത്തു പോവാം. കുറേ കാലമില്ലേ പോയിട്ട്. അതെ, എനിക്കൊന്ന് വീട്ടിൽ പോകണമായിരുന്നു. അതിനെന്താ, ഞാൻ ഈവനിങ് നേരത്തെ ഇറങ്ങാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ചോ. അത് സുനിയേട്ടൻ്റെ മോളുടെ 28 അപ്പോൾ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മറന്നു. ഒരു കാര്യം ചെയ്യ്, ഞാൻ ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് വന്നേക്കാം. നീ പോക്കോ. ഓക്കെ. ഹലോ ബിജോയ്. ദിവ്യ, നീ ഓക്കെ അല്ലേ? റിയ ഇപ്പം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എടാ, എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. എന്തായാലും ഇവിടെ നിന്ന് മാറിയേ പറ്റൂ. ടെൻഷൻ അടിക്കല്ലേ? ശ്രീജിത്ത് ഇപ്പൊ വീട്ടിലുണ്ടോ അതിന്റെ കൂടെ? ഇല്ല, ഓഫീസിൽ പോയിക്കുവാ. എന്നാ പിന്നെ നീ താരക്കുവാ. ഞാൻ താരയുണ്ടടി. ആണോ? ഓക്കെ, ഞാൻ അതാ വരുന്നു. എടി, നിന്നെ അയാൾ കുറെ ഉപദ്രവിച്ചോ? നിനക്കെന്താ തോന്നുന്നേ? ആ അമ്മ. ആ മോനെ, ഇന്നലെ വിളിക്കാമെന്ന് പറഞ്ഞ എടി, നീ ഇറങ്ങിപ്പോകാൻ തീരുമാനിച്ച എന്തായാലും നന്നായി. ഇനി ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. പക്ഷെ എവിടെ പോവും? എനിക്കറിയില്ല. എന്തായാലും ഡിവോഴ്സിൻ്റെ കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാൻ ഇവിടെ ഒന്നുകൊണ്ട് പറ്റില്ല. എന്നാൽ നിന്റെ വീട്ടിലേക്ക് വിട്ടാലോ? അവിടെ പോയിട്ടൊരു കാര്യമില്ല. അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്നെ വീണ്ടും അങ്ങേരെ കൂടെ അയക്കും. പിന്നെ സമാധാനം ഉണ്ടാവില്ല. അത് ദിവ്യ ഇന്നലെ എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി, അതാ പിന്നെ വിളിക്കാൻ ഞാൻ ആകെ പേടിച്ചു. പിന്നെ അവളെ ഫോണ് വിളിച്ചിട്ടോട്ട് കിട്ടിയതുമില്ല. അത് സാരമില്ല. ഇതിപ്പോൾ കുറേ കാലം കൂടിയല്ലേ പഴയ ഫ്രണ്ട്സിനൊക്കെ കാണുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ സംസാരിച്ചിരുന്ന് ലേറ്റ് ആയതാവും. ആ, അത് ശരി. എന്നാലും അവൾക്കൊന്ന് പറഞ്ഞിട്ട് പോകണ്ടേ? ഞാനെന്തായാലും ഓഫീസ് കഴിഞ്ഞിട്ട് ആ വഴി എത്താം. ദിവ്യ എന്തായാലും നേരത്തെ വന്നിട്ടുണ്ടാവുമല്ലോ. അല്ല മോനെ, നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ ഇന്ന്? അല്ല, ഇന്നലെ മറ്റേ ഫംഗ്ഷൻ. ഫംഗ്ഷനോ? എന്ത് ഫംഗ്ഷൻ? ദിവ്യ പറഞ്ഞു സുല്ലേട്ടൻ്റെ മോളുടെ 28. മോനെ, അത് കഴിഞ്ഞ ആഴ്ച ആയിരുന്നല്ലോ. നിങ്ങൾ വരുന്നില്ല എന്നല്ലേ പറഞ്ഞത്? ആണോ? എന്നാൽ ചിലപ്പോൾ അവർക്ക് ഡേറ്റ് മാറിയതായിരിക്കും. എന്നാ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ അമ്മ, ഞാൻ എന്തായാലും തിരിച്ചു വിളിക്കാം. എനിക്കൊരു കോള് വരുന്നുണ്ട്. ആ ശരി.
എടി നീ എന്തായാലും നിനക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് എന്നെ വിളിക്കും. എനിക്കിവിടെ അടുത്തൊരു സ്ഥലം വരെ പോകാനുണ്ട്. ശരി. ശ്രീജിത്ത്, മിണ്ടരുത്. ഞാനത്തെ പൊട്ടനാണെന്നാണ് നിന്റെ വിചാരം? ഓ, അപ്പൊ ഓടാനുള്ള പരിപാടിയായിരുന്നല്ലേ? എന്താടി നോക്കണേ? നിന്റെ താവറങ്ങി പോയോ? നീ ബർത്ത്ഡേ എന്ന് പറഞ്ഞ് ഇന്നലെ മുഴുവൻ നാറുകിടെ കൂടുതലായിരുന്നു കൂടി. ശ്രീജിത്ത്, നീ മിണ്ടരുത്. വിളിക്കടി, നീ അവനെ വിളി. സുനിലേട്ടന്റെ അമ്മയുടെ പൊല വിളി. വിളിക്കടി അവനെ, വിളിക്കടി, വിളിക്കടി അവനെ. ഇനി ആ ആളെ കണ്ടാ തിരിച്ചറിയോ? അത് ആളൊരു മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ശ്രീജിത്തിന് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ശ്രീജിത്തിന് എന്നെയും ബിജോയിനൊന്നും വലിയ മതിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അയാളുടെ സ്വഭാവമൊന്നും അത്ര നല്ലതൊന്നും ആയിരുന്നില്ല. അങ്ങനെ പല ഇൻസിഡൻസും നടന്നിട്ടുണ്ട്. അതെല്ലാം ദിവ്യ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുമുണ്ട്. അയാളുടെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ല സാറേ. പഠിക്കുന്ന കാലം തൊട്ട് ഞങ്ങൾ ദിവ്യയുടെ കൂടെ മാത്രം ഫ്രണ്ട്സ് ആണെന്നേ ഉള്ളൂ. ദിവ്യയുടെ ഗോൾഡ് എന്തോ മിസ്സിംഗ് ആണെന്ന് റിപ്പോർട്ടിൽ കണ്ടായിരുന്നല്ലോ. അത്യാവശ്യം എത്രത്തോളം ഉണ്ടായിരുന്നു? അത് ഒരു 10 പവൻ്റെ മാലയും പിന്നെ 1 പവൻ്റെ ഒരു വളയുമായിരുന്നു. ഒരു 10 പവന്റെ മാലയ്ക്കൊക്കെ വേണ്ടി ഒരാളെ കൊല്ലാന്നൊക്കെ പറഞ്ഞ ഇതൊരു ഗോൾഡ് മിസ്സിംഗ് കേസ് അല്ല. A murder is involved. അറിയില്ല സർ. ലുക്ക്, എല്ലാ CCTV ഫുട്ടേജസിലും ആളുടെ മുഖം മറച്ചിട്ടുണ്ട്. ഇത്രയും കെയർഫുള്ളും കാൽക്കുലേറ്റഡ് ആയിട്ടൊരു കള്ളൻ റാൻഡം ആയിട്ട് എന്തിന് നിങ്ങളുടെ വീട്ടിൽ തന്നെ കയറണം? അയാൾക്ക് ആവശ്യമുള്ള എന്തോ അവിടെയുണ്ട്. അത്രയ്ക്ക് മാത്രം ശ്രീജിത്ത് എന്താണ് അവിടെ ഒളിപ്പിച്ചിട്ടുള്ളത്? നോ ഐഡിയ സർ. നിങ്ങൾ എന്തോ മറച്ചു വെക്കുന്നുണ്ട്. So come what may, I will get to the bottom of this. And if I find any of you are involved in this, പിന്നെ ചോദ്യം ചെയ്യുന്ന രീതി ഇതൊന്നും ആയിരിക്കില്ല. സർ, ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഓൾറെഡി പറഞ്ഞാന്നല്ലോ. ഇനിയിപ്പോൾ ഇവിടെ ഇങ്ങനെ സർ എന്നാ ശരി, നിങ്ങൾ വിട്ടോ. ഫർദർ ക്വസ്റ്റനിങ് ഉണ്ടാവും. അപ്പോൾ വരേണ്ടി വരും. വരണം. എനിക്ക് വയ്യ നീ. അല്ലെങ്കിൽ തന്നെ നമ്മളെന്താ തെറ്റ് ചെയ്തിട്ടാ? ഇതിപ്പോൾ എത്ര പ്രാവശ്യം സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വരുമോ ആവോ? നീ എന്താ ആലോചിച്ചുണ്ടായിരിക്കണ? ഒന്നില്ല.
എടാ ഫോണൊന്ന് എടുക്ക്. എടുത്ത് കമ്പനി നിന്നാ കുഴപ്പമില്ല. ഞാനൊന്ന് ഇറങ്ങും കേട്ടോ. നിന്റെ ഫുഡ് എവിടെ ഉണ്ട്? ഓക്കെ, 1 minute. സർ മരിച്ച ശ്രീജിത്തിൻ്റെ ഓട്ടോപ്സി റിപ്പോർട്ട്. സർ, ഈ കള്ളൻ ഓടിപ്പോകുന്നതായിട്ട് കണ്ട 2-3 പേരുണ്ട്. നമുക്ക് അവരെ ഒന്ന് വിളിപ്പിച്ചാലോ? ഓക്കെ സർ. എടോ, ഞാൻ തന്നോട് അങ്ങോട്ട് വിളിക്കാമെന്നല്ലേ പറഞ്ഞത്. പിന്നെ സാറേ എൻ്റെ ഒരു പോലീസൊക്കെ ഉണ്ടെന്ന് കേട്ടല്ലോ. എങ്ങനെ ഇല്ലാണ്ടിരിക്കും? ഞാൻ തന്നോട് അവളുടെ ഡോക്യുമെന്റ്സ് മോഷ്ടിക്കാൻ മാത്രമല്ലേ പറഞ്ഞത്? അവളുടെ ഭർത്താവിനെ കൊല്ലം പറഞ്ഞോ? എൻ്റെ പൊന്നു സാറേ, ഞാനാരും കൊന്നിട്ടൊന്നുമില്ല. സാറേ അവിടെ ഉണ്ടായത് എന്താന്ന് വെച്ചാ അപ്പൊ ഓടാനുള്ള പരിപാടി ആയിരുന്നല്ലേ? എന്താടി നോക്കണേ? ഇത് താവറങ്ങി പോയോ? ഡീ സാറേ അങ്ങനെ നിൽക്കുമ്പോൾ അയാൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ്. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് പെട്ടെന്ന് ടെൻഷനായി പോയി. പക്ഷേ എനിക്കുണ്ടായിരുന്ന ടെൻഷൻ്റെ പകുതി പോലും അവർക്കപ്പം ഉണ്ടായിരുന്നില്ല. ഒന്നുമില്ലെങ്കിൽ അവരുടെ ഭർത്താവല്ലേ. സാർ അവരെന്തൊക്കെയോ ആലോചിച്ച് കൂട്ടിയിട്ട് അയാളുടെ ബോഡി വലിച്ചുകൊണ്ട് പോയി. കറക്റ്റ് ആ സമയത്ത് എൻ്റെ ഫോൺ അടിച്ചു. അവരെന്നെ കണ്ടു. എടോ, താൻ മാസ്ക് ഇട്ടുണ്ടായിരുന്നില്ലേ? മാസ്ക് ആയിട്ടുണ്ടായിരുന്നു. സത്യം പറയാലോ സാർ, അയാൾ എങ്ങനെ മരിച്ചതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ആ പെണ്ണിന് ഇതിൽ എന്തോ കൈയുണ്ട്. ഡോക്ടർ, ഐ ഷുവർ ഈ കേസ് അല്ലെങ്കിലേ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉള്ളതാ? സർ, ഐം ഷുവർ അബൌട്ട് ഇറ്റ്. തലയ്ക്കുള്ള പരിക്ക് മൂലമല്ല ശ്രീജിത്ത് മരിച്ചത്. യഥാർത്ഥ മരണകാരണം കാർഡിയാക് അറസ്റ്റാണ്. ദെർ വെർ സൈൻസ് ഓഫ് ലിവർ ഡാമേജ്. പിന്നെ ടോക്സിക്കോളജി റിസൾട്ട്സ് പ്രകാരം പെയിൻ കില്ലർ ഓവർഡോസ് വാസ് പ്രിറ്റി എവിഡന്റ്. ഡോക്ടർ പറഞ്ഞു വരുന്നത് നമ്മൾ തലവേദനയ്ക്ക് കഴിക്കുന്ന പാരസെറ്റമോളുടെ അളവ് കൂടിയാൽ തന്നെ പ്രശ്നമാണ്. ഒരു 10 ഗ്രാമൊക്കെയാണ് ടോക്സിക് ഡോസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ആൻഡ് ശ്രീജിത്തിൻ്റെ കേസിൽ ഇറ്റ് വാസ് ഡേഞ്ചറസ്ലി ഹൈ.